അപ്പോൾ പോലും സർക്കാർ ഇതുവരെയും ഒരു ഉറപ്പിലേക്ക് എത്തിയിട്ടില്ല. ചർച്ചയൊക്കെ പരാജയപ്പെടുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ഇനിയൊരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാട് എടുക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇനിയൊരു ചർച്ചയിലേക്ക് ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു അവസരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ചർച്ച തീരുമാനിച്ചിട്ടില്ല, ചർച്ചയില്ല എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു ജനാധിപത്യ ഭരണ സംവിധാനമല്ലേ, അതിൻ്റേതായ രീതികളും പ്രക്രിയകളും ഒക്കെ ഉണ്ട്. ഒരു തൊഴിൽ സമരം നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് അതിൻ്റെ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും സർക്കാർ ഇനിയും നമ്മളോട് ചർച്ചയ്ക്ക് മുതിരുകയും ഈ സമരം സെറ്റിൽ ചെയ്യുക എന്നുള്ള 100% വിശ്വാസം ഞങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം കണ്ടിന്യൂ ചെയ്യാണ്. ഏതായാലും ചോദിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ ഈ പെൻഷൻ ആനുകൂല്യം നൽകുക, ഈ രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ എന്തായാലും പ്രതിഷേധമുണ്ടല്ലോ, അത് വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമരവുമായി ഇവിടെ ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിത ചെലവുകൾ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അല്ല നമ്മുടെ കേരളത്തിലെ ഏതൊരു തൊഴിലെടുക്കുന്നവനും ജീവിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അതിൻ്റെ വ്യത്യാസം. ഇവിടെ ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിനും, ഏത് പണിയെടുക്കുന്നവൻ്റെ കുഞ്ഞാണേലും അവന് നമ്മൾ കഴിയുന്നത്ര വിദ്യാഭ്യാസം കൊടുക്കും. മറ്റ് സ്റ്റേറ്റുകളിൽ അതുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ഒരു ജീവിത സെറ്റപ്പ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാന്യമായി ഒരു മിനിമം തുകയിൽ ജീവിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള അത് 100% ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സമരത്തിലേക്ക് വന്നത്. അപ്പോൾ അത് നേടിയെടുക്കാൻ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഈ സമരത്തിൽ അടിയുറച്ച് ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ ശക്തമായ സമരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ആ ഒരു സമരം കൂടുതൽ ഘടിപ്പിക്കുക എന്നുള്ളത് ഓരോ ഘട്ടത്തിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ഉറപ്പ് വന്നിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലേക്കോ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയപരമായി പ്രതിപക്ഷമൊക്കെയും ആശാ വർക്കർമാർക്ക് ഒപ്പമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആശാ വർക്കർമാരുടെ സമരത്തിന് മുന്നിൽ മറ്റൊന്നും ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. സർക്കാർ അവഗണിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഏതായാലും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക, അതോടൊപ്പം ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ഈ രണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത്.